കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളെ, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അവിടെ. ചിലപ്പോ നിന്നെ അവിടെ ഇരുത്തിയിട്ട് അവൻ മുങ്ങിക്കളയും. ഇല്ലമ്മേ, ഞാനിപ്പോ ക്യാബിനിൽ പോയി കണ്ടതേ ഉള്ളൂ. അതുപോലെ തന്നെ ആ നാശം പിടിച്ചവൾ അവിടെ എങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടോന്ന് കൃത്യമായിട്ട് നോക്കിക്കോണം. അത് ഞാൻ നോക്കിക്കോളാമേ. അല്ല, മോൾക്കെന്താ ഒരു പതർച്ച പോലെ? ഒന്നുമില്ല അമ്മേ. അമ്മ ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? സമയം ഇത്രയല്ലേ ആയുള്ളൂ മോളെ. ഇനി പയ്യെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങണം. ഇവിടെ ഇപ്പൊ പാചകം ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ. ശരി മോളെ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ശരി ശരി. ചിരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാ നീ അത് അനുസരിക്കത്തില്ല അല്ലേ? എനിക്ക് ചിരി വരാത്തോണ്ടാ. നേരത്തെ നിനക്ക് കരച്ചിലാണല്ലോ വരാത്തത്. അണ്ണാ, വേണമെങ്കിൽ ഇവള് വാവിട്ട് നിലവിടിപ്പിക്കുന്ന ഞാൻ അണ്ണന്റെ കേൾപ്പിക്കണോ? വേണോ? അതിനുള്ള അവസരം ഇവളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ അതൊക്കെ വേണ്ടിവരും. ഇന്നും മോളെ, നാളെ നിന്റെ അമ്മയെ തന്നെ ഇവിടെ കൊണ്ടിരുത്തും. വേണ്ടി വന്നാൽ അവരുടെ കൈയും കാലും കെട്ടിയിട്ട് ജയലാലിനെയും ദീപി ഒന്നിപ്പിക്കുകയും ചെയ്യും. ആ കൊച്ചെന്ത് തെറ്റാടി ചെയ്തത്? നിനക്കൊക്കെ എന്ത് ദ്രോഹ ആ കൊച്ചു ചെയ്തത്? നിന്നേക്കാളും ഒക്കെ 10 മടങ്ങ് സ്വഭാവ ഗുണമുള്ള കുട്ടി ആ ദീപ. ഇവള് അമ്മയെ പോലെ ജയിലിൽ കിടക്കാൻ വേണ്ടി ജനിച്ചവളാ. അങ്ങനെയുള്ള നിന്നോട് ഞങ്ങൾ പറയാം, നിന്റെ അമ്മയെക്കാളും ജയിലിൽ കിടന്ന് അറപ്പ് മാറിയവരാ ഞങ്ങൾ. അതുകൊണ്ട് നീയൊക്കെ മരിച്ചാലേ ദീപയ്ക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ ഞങ്ങൾ അതും ചെയ്തിരിക്കും. നിനക്ക് വേണമെങ്കിൽ എന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ബുള്ളറ്റ് ജഗനെ കുറിച്ച് ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും. എന്നെക്കാളും എന്നെ കുറിച്ച് അറിയാം ഈ നാട്ടുകാർക്ക്. കേട്ടല്ലോ? അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇതിന്റെ അകത്തിരുന്നോളാം. നീ ആ മൊബൈലും കൊണ്ടോ? എന്തിനാ? ഇതിനകത്ത് നിനക്ക് എത്ര കാമുകന്മാരുണ്ടെന്ന് നോക്കാൻ. എനിക്ക് അങ്ങനെ കാമുകന്മാരൊന്നും ഇല്ല ചേട്ടാ. എന്നാലും നിന്റെ മൊബൈൽ ഞങ്ങളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കട്ടെ. ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇതാണ് ഞങ്ങളുടെ സ്റ്റൈല്. ഏതാ അടപ്പുറപ്പുള്ള വാതിലും തള്ളി തുറന്ന് ആൾക്കാരെ പൊക്കി ഇവിടെ കൊണ്ടുവരും. നേരത്തെ നിന്നെ കെട്ടാനായിട്ട് നടന്നു ഒരുത്തനുണ്ടല്ലോ, അവന്റെ തന്തപ്പടി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. എന്നിട്ടാണ് കാർത്തി തട്ടിക്കൊണ്ടുപോയ ദിയെ ഞാൻ മോചിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ കഴിയുമ്പോ നീ നിന്റെ അമ്മയെ കാണുമല്ലോ. അവരോട് പറഞ്ഞേക്ക്, അവരും ആ വീട്ടിൽ സുരക്ഷിതയല്ലെന്ന്. മര്യാദയ്ക്ക് നീ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. മനസ്സിലായല്ലോ? എന്താ താനിങ്ങനെ അന്തം വിട്ടിരിക്കുന്നേ? ഞാൻ സ്വപ്നം കാണാണോന്ന് എനിക്കറിയില്ല. ഇത് സ്വപ്നമൊന്നുമല്ല, നമ്മൾ ഒന്നിച്ച് തന്നെയാ യാത്ര ചെയ്യുന്നത്, പട്ടാപ്പകല്. അമ്മ എങ്ങാനും ഇത് അറിഞ്ഞ? അമ്മ അറിയൊന്നുമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചില നാടകങ്ങളൊക്കെ കളിക്കേണ്ടി വരും. നല്ല മനുഷ്യർ എപ്പോഴാണ് സ്വാർത്ഥരാകുന്നത് തനിക്കറിയോ? അവരെ ഒരു തരത്തിലും മറ്റുള്ളവർ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോഴാണ്. നമ്മൾ അറിയേണ്ടവർ, മനസ്സിലാക്കേണ്ടവർ അതിന് മെനക്കെടാതെ നമ്മൾ ശ്വാസം മുട്ടിക്കുമ്പോൾ അവരുടെ മരണം പോലും നമ്മൾ ആഗ്രഹിച്ചു പോകും. ഇവിടെ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. മക്കൾ കാരണം അമ്മമാര് മരിക്കാൻ പാടില്ല. ആ ബോധം ഉള്ളതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ഒരു കാരണവശാലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല, തന്നെ കാണാൻ സമ്മതിക്കത്തില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മളെ സഹായിക്കാൻ ചിലരൊക്കെ ഉണ്ടാവും. നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ചിലർ. ആരോ സഹായിച്ച മട്ടുണ്ടല്ലോ. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇന്ന് ഫുൾ ഡേ നമ്മൾ പോവേണ്ടടുത്തൊക്കെ പോയിരിക്കും. ആദ്യം തന്നെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് യാത്രയൊക്കെ ഉണ്ട്. ഇനി ചിലപ്പോൾ ഈ മാസം നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ
ഈ മാസം വേണ്ടതൊക്കെ വാങ്ങിത്തരാം. പിന്നെ ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കണം. എന്റെ വീട്ടിൽ പോകുന്നെങ്കിൽ അവിടെ തന്നെ ഇരുന്നാ പോരെ, പുറത്തോട്ടൊക്കെ ഇറങ്ങണോ? താൻ പേടിക്കാതോടോ. എന്റെ വീട്ടിലിരിക്കുന്ന അമ്മ എന്തായാലും നമ്മളെ ഇങ്ങനെ കാണാൻ പോകുന്നില്ല. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടോ? അണ്ണാ, ഭയം ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ ആഹാരം കഴിക്കും കേട്ടോ. അതിന് ഒരു കുറവുമില്ല. ആഹാരത്തിനോട് ആർത്തിയുള്ള കൂട്ടത്തിലാണെന്ന് കണ്ടാലറിയാം. ആഹാരത്തോട് മാത്രമല്ല അണ്ണാ, പണത്തോടും സ്വർണത്തോടും ഒക്കെ വലിയ ആർത്തിയാ. നീയൊന്നും തന്റെ ഇടമുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല. നിന്റെ ആങ്ങള ജയലാല് കുറച്ച് തന്റെ ഇടമുള്ള കൂട്ടത്തിലാ. പക്ഷേ പെങ്ങന്മാരെ നിലയ്ക്ക് നിർത്താൻ അയാൾക്കും കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോ പുറത്തു നിന്നുള്ള ആണുങ്ങൾ ഇടപെടേണ്ടി വരും. കഴിക്കടി അങ്ങോട്ട്. ആ കഴി. ആ പറഞ്ഞോ. എന്താ സംഭവിച്ചത്? അവളിപ്പോ എന്റെ കസ്റ്റഡിയിലിരിക്കുക, ജയലാലിന്റെ പെങ്ങള്. ഞാൻ തൂക്കിയെടുത്തിങ്ങ് കൊണ്ടുപോകുന്നു. കുറച്ചു സമയം അവളിവിടെ ഇരിക്കട്ടെ. അപ്പൊ ദീപിയും ജയലാലും സ്വസ്ഥമായിട്ട് കുറച്ചു നേരം എവിടെയെങ്കിലും ചുറ്റിയടിക്കുമല്ലോ. രണ്ടാളും ഇവിടെ തന്നെയുണ്ട്. ആഹാ, തന്റെ ചേച്ചി ഇപ്പൊ ഹാപ്പിയാണോ? അത് പിന്നെ പറയണോ? അതിനോടൊപ്പം നല്ല പേടിയുണ്ട് ചേച്ചിക്ക്. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ദിയേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കാൻ ആ കൊച്ചിനോട് പറ. അപ്പോഴേ ഇവിടെ ഒരാൾക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുക, നന്നായിട്ട് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിളിച്ചോളാം ദിയ. ശരി. അങ്ങോട്ട് വാരി കഴിക്ക്. കഴിക്കടി അങ്ങോട്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ആഹാരം വാങ്ങുന്ന സ്ഥലത്തു നിന്നാണ് ഇത് വാങ്ങിച്ചത്. എന്തായാലും ടേസ്റ്റിനൊരു കുറവും വരില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ചെന്നൊരു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അവര് സൂപ്പറായിട്ടേ തരത്തുള്ളൂ. പോലീസുകാരെ പോലെ തന്നെ ഞങ്ങളെയും ഈ പരിസരത്തുള്ള കടക്കാർക്കൊക്കെ പേടിയാ. ദേ, എല്ലാം കഴിഞ്ഞിട്ട് നീ നിന്റെ അമ്മയോട് ചെന്ന് പറയണം, അമ്മച്ചി ഒരു ദിവസം ഇവിടെ വന്ന് ഇരിക്കുമെന്ന്. അമ്മച്ചിയെ കൊണ്ടുവന്നാലുണ്ടല്ലോ പിന്നെ കുറെ നാളത്തേക്ക് വിടൂല. ആ മരുമക്കളെ ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മായിയമ്മമാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കൊട്ട് കിട്ടുന്നത് നല്ലതാ. എടുത്ത് കഴിക്കടി അങ്ങോട്ട്, അല്ലെങ്കിൽ നിന്റെ കൈയും കാലും കെട്ടിയിടും കേട്ടോ. കഴി. അല്ല, അന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നെ ഇന്നാണ് നിങ്ങൾ തമ്മിൽ കാണുന്നതല്ലേ? കാണുന്ന മാത്രമല്ല, സംസാരിക്കുന്നു ഇന്ന. സ്വന്തം പെങ്ങളെ ഒരു ഗുണ്ട വന്ന് തട്ടിക്കൊണ്ടുപോയാൽ അത് ഒരു ആങ്ങളമാര് സഹിക്കില്ല. ഇനിയിപ്പോ ആ പെങ്ങൾ എത്ര കൊള്ളരുതാത്തവളായാലും ശരി. എന്നാൽ ഇവിടെ ഞങ്ങൾ പ്രതികരിക്കാത്തത് ചാരുവിനെ കൂട്ടിക്കൊണ്ടുപോയത് ഞങ്ങളുടെയൊക്കെ സ്വഭാവമുള്ള ഒരാളായതുകൊണ്ട്. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കുറച്ചുകൂടെ നന്മയുള്ള ആളാണ് ഈ പറയുന്ന ജഗൻ. ജഗനെ നമ്മളെക്കാൾ കൂടുതൽ ദീപയ്ക്കും ദിയയ്ക്കും ഒക്കെ അറിയാം. ഒരു സൗഹൃദമായിട്ടാണ് ദിയയും ജഗനും തമ്മിൽ ബന്ധം തുടങ്ങിയതെങ്കിലും അവര് തമ്മിലിപ്പോ ഒന്നിക്കാൻ പോലും സാധ്യതയുണ്ട്. മലയ്ക്ക് പോയി വന്ന ശേഷം ഗുണ്ടായിസൊക്കെ വിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് അയാൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോ ഞങ്ങൾക്ക് വേണ്ടി തന്നെയാ പഴയ സ്വഭാവത്തിൽ ജീവിക്കുന്നത്.
അയാളെ എനിക്കൊന്ന് കാണണം. കണ്ടിട്ട് അയാളോട് മനസ്സ് തുറന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം തന്നെ. ഇന്നിപ്പോ അയാൾ വിചാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പുറത്തിറങ്ങാൻ പറ്റി. അതുപോലല്ലോ ഇനിയിപ്പോ എന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അതിന് അമ്മയ്ക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ ഏട്ടാ. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം നോക്കണം. അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? പോകേണ്ടടുത്തൊക്കെ പോകണം. ഇനി എന്നിതുപോലെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞ ശേഷം ചാരു തിരിച്ചു വരും. അവളിതൊക്കെ അമ്മയോട് പറയാതിരിക്കില്ല, ജഗൻ എത്ര ഭീഷണി ഒഴുക്കിയാലും. ആ സമയത്ത് അമ്മ എങ്ങനെ പ്രതികരിച്ചാലും അത് നേരിടാനുള്ള മനക്കരുത്ത് നിനക്കുണ്ടാവണം. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്നാലും ഇയാളെ കാണാൻ പറ്റാത്തോണ്ട് വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരുന്നു. ഇയാൾക്കും അങ്ങനെ തന്നെ. ഇപ്പൊ എന്തായാലും പിരിമുറുക്കമൊന്ന് കുറഞ്ഞല്ലോ. നിന്നെ കൊല്ലുന്നതിന് പകരം അമ്മ അന്നത്തെ പോലെ നിന്റെ മുമ്പിൽ വെച്ച് തലവഴി മണ്ണെണ്ണ ഒഴിച്ചാലോ? മക്കള് അമ്മയെ തോൽപ്പിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കാത്ത അമ്മയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ? നിനക്ക് വേണ്ടി പെൺകുട്ടികൾ ആലോചിച്ചു തുടങ്ങിയതാ. ഈ സംഭവത്തോടുകൂടി അതിന് കുറച്ചുകൂടി ശക്തി കൂടാനാണ് സാധ്യത. എന്ന് കരുതി ദീപ ഭയക്കൊന്നും വേണ്ട. അമ്മ എത്ര കടന്ന് വാശി പിടിച്ചാലും ഇവൻ ദീപയെ മറന്നിട്ട് ഈ ഒരു കാര്യത്തിൽ അമ്മയ്ക്കൊപ്പം നിൽക്കത്തില്ല. ഇനിയിപ്പോ അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചാലും ഇവൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല. ആർക്കും പരിക്കില്ലാതെ ഇത് അവസാനിപ്പിക്കണമെന്ന എന്റെ ആഗ്രഹം. അതിന് കഴിയുമെന്ന് തോന്നില്ലടാ. ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. എന്താ ഏട്ടാ നമ്മുടെ അമ്മ മാത്രം ഇങ്ങനെ ആയിപ്പോയത്? ലക്ഷത്തിൽ ഒരാളൊക്കെ ഇതുപോലെ ഉണ്ടാവുള്ളടാ. അതുപോലൊരു അമ്മയുടെ മക്കളായി ജനിക്കാനാണ് നമുക്ക് യോഗം. അപ്പം നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. സാധാരണ മക്കളെയും മരുമക്കളെയും കൊണ്ടാണ് അമ്മമാർ അനുഭവിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചായിപ്പോയി. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, രണ്ടുപേരും കൂടി ഒത്തുപോകുന്ന കുടുംബങ്ങൾ വളരെ കുറവാ. കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് വരാതിരുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് വരണമെന്ന് ഞാൻ നിർബന്ധിക്കാതിരുന്നത്. പൂജ പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഇവനെ കാണാനേ വിലക്കുള്ളൂ. ഇടയ്ക്ക് ദീപയ്ക്ക് അങ്ങോട്ട് വരാൻ കേട്ടോ. അവിടെ കുറച്ച് ദിവസം താമസിക്കുകയും ചെയ്യാം. ദീപയുടെ കാര്യത്തിൽ അങ്ങേയറ്റം വേദനിക്കുന്നവരാ പൂജയും അവളുടെ അമ്മയൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുത്തേ വിളിക്കാറുണ്ട്. പറയുന്നുണ്ട് അവള് കാര്യങ്ങളൊക്കെ. എന്തായാലും ദീപയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നടന്ന ഒരാളെ ഇപ്പൊ ദീപയ്ക്ക് കൂട്ടായി കിട്ടിയല്ലോ, രചനയെ. അത് വലിയൊരു ആശ്വാസമായി. ഇയാൾക്ക് തന്റെ ഇടം കുറവാണെങ്കിലും ഇയാളുടെ അനിയത്തിയെ പോലെ എവിടെയും എന്തും പ്രതികരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് രചന. അതെ, ദീപ കുറച്ചുകൂടെ ബോൾഡ് ആവണം കേട്ടോ. എല്ലാവരുടെ മുന്നിൽ താഴ്ന്നു കൊടുത്താ മറ്റുള്ളവർ ചവിട്ടി താഴ്ത്താനേ ശ്രമിക്കൂ. ആ എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ പോകാനുള്ളിടത്തൊക്കെ പോയിട്ട് വാ. ശരി ഏട്ടാ. ശരി ഏട്ടാ. ശരി, വാ. വല്ലാത്തൊരു സംഘർഷത്തിലായിരുന്നു എന്റെ മനസ്സ്. ഇന്നാ അതൊന്ന് ശാന്തമായത്. എങ്ങനെ ശാന്തമായെന്നാ പറയുന്നത്? ഇനിയിപ്പോ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എന്റെ പേടി. ദേ, എന്നെ വിളിച്ചോണ്ടിരുന്ന സമയം മുതൽ താൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഈ സമയത്ത് അമ്മ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെഞ്ചു വിരിച്ച് നിൽക്കും. അതിനുള്ള ധൈര്യമുണ്ടോ? താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മടിയില്ല. അതവരല്ലേ? അതെ, അളിയനും ദീപയാ. കൊള്ളാം. അവളുടെ അമ്മായിയമ്മയുടെ വിചാരമേ രണ്ടാളും രണ്ടായി കഴിയുകയാണെന്നാ. അതിനുവേണ്ടി ഒരു ബോഡി ഗാർഡിനെ ഏർപ്പാടാക്കിയിരുന്നല്ലോ അവരുടെ മോളെ. എന്നിട്ടിപ്പോ കാമുകന്മാരെ പോലെ കറങ്ങി നടക്കുകയാണല്ലോ. പോട്ടെ, നമ്മളത് വലിയ വിഷയം നോക്കണ്ട.
ഇത് അവളുടെ അമ്മായിയമ്മയോട് പറയല്ലേ വേണ്ടത് ദിലി. ആ, നിനക്ക് വേറെ പണിയില്ലേ? അവളുമാരുടെയൊക്കെ ജീവിതം തകരണം. അത് കണ്ട് അവളുടെ അമ്മ നന്നായി കരയണം. അത്രയ്ക്ക് അഹങ്കാരി അവര്. നീ വാ. ഇനി യാത്ര പറയാനാ പാട്. ജഗനോട് വിളിച്ചു പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ചാരുവിനെ അയാളുടെ വീട്ടിലിരുത്തും. എന്തായി പറയുന്നേ? ഞാൻ ഒരുപാട് സ്വാർത്ഥനായി പോയല്ലേ. അന്യ പുരുഷന്മാരുടെ വീട്ടിൽ സ്വന്തം പെങ്ങൾ നിൽക്കുന്നത് നല്ലതാണെന്ന് പറയേണ്ടി വരുന്നത് ഗതികേടുകൊണ്ടാ. പിന്നെ ഞാൻ പറഞ്ഞത് ജഗൻ ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്റെ പെങ്ങളെ അയാൾ സ്വന്തം പെങ്ങളായിട്ട് കാണും. എങ്കിലും അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ? ആ, ചെറിയ പെൺകുട്ടിയാണെങ്കിലും നാവത്ര ചെറുതൊന്നുമല്ല. എനിക്ക് ഇത്രയും മതി. ഇതുപോലെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഹരിത മൊബൈൽ കൊണ്ടുവരും. അപ്പോ അതില് സംസാരിക്കാലോ. ഇടയ്ക്കിടയ്ക്ക് ചാരു വന്ന് പരിശോധിക്കും. ഞാൻ വേറെ ഫോൺ വാങ്ങിയെന്നൊക്കെ നോക്കും. ഒരു തരത്തിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യിക്കില്ല എന്നുള്ള വാശിയിലാ അവള്. എന്തായാലും ഇന്ന് ശരിക്കും അവള് പേടിച്ചിട്ടുണ്ടാവും. എന്നാലും രാത്രി സമയത്തൊക്കെ ചെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കാതെ എങ്ങനെയാ ജഗൻ ചാരുവിനെ തട്ടിക്കൊണ്ടുപോയത്? അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അവർക്ക് പ്രത്യേക കഴിവല്ലേ. എന്തായാലും ദിയയ്ക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് നന്നായി. അല്ലെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ആര് ചെയ്തു തരാനാ? അവരുടെ ബന്ധം നാൾക്കുനാൾ വളർന്നുകൊണ്ടിരിക്കുക. രണ്ടാളും തമ്മിൽ കെട്ടുവോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൾ ഇനി വേറൊരാളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അവളുടെ ജീവിതത്തിൽ അവള് സിനിമയിലെ നായകന്മാരെ പോലും ഇങ്ങനെ ആരാധിച്ചിട്ടില്ല. അവൾക്ക് ഭയങ്കര ആരാധനയാ. ഒരു ദിവസം ജഗന്റെ വിളി വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമം അവൾക്ക്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ജഗനെ പുറത്തുപോയി പണിയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ എന്റെ കണക്ഷൻ വെച്ചിട്ട് ഗൾഫിലേക്ക് പറഞ്ഞുവിടായിരുന്നു. ആ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ കോട്ടയത്ത് കൂടി ഒരു ഷോറൂം തുടങ്ങാനുള്ള ചിന്തയിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അയാൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കായിരുന്നു. അപ്പോ ഭീഷണിയൊക്കെ ഒഴിഞ്ഞു പോവോ? എന്തൊന്നും പറയാൻ പറ്റില്ല. ജഗനെ പോലൊരു ഗുണ്ട എപ്പോ പത്തി താഴ്ത്തുന്നുവോ അത് നോക്കിയിരിക്കായിരിക്കും ശത്രുക്കള്. ഇവിടെ ജഗന് നിസ്സാരക്കാരല്ല എതിരാളികൾ. സദാനന്ദനും അവന്റെ മോനും ഒക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. പിന്നെ ജഗൻ വീണ് കഴിഞ്ഞാൽ അവര് നോട്ടിടുന്നത് തന്റെ കുടുംബത്തെ ആയിരിക്കും. അതറിയാവുന്നതുകൊണ്ടാ മാറണമെന്ന് തോന്നിയിട്ടും ജഗന് മാറാൻ കഴിയാഞ്ഞത്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ആ, ഇനി കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഷോറൂമിലൊക്കെ കയറിയിട്ട് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ശരി. വാ. ഈ യാത്ര അങ്ങ് തുടർന്നാലോ? എവിടേക്ക്? എവിടേക്കെങ്കിലും. കടൽ അനന്തമായി കിടക്കുന്ന പോലെ റോഡ് അനന്തമായി പോകുമല്ലേ. നമുക്ക് അതിലൂടെ യാത്ര തുടർന്നാലോ? അതിനുള്ള ധൈര്യമുണ്ടോ? ധൈര്യമില്ലാത്ത ഒരാളാണ് കൂടെ, പിന്നെ എങ്ങനെ ധൈര്യം വരാനാ? ഞങ്ങള് മ്യൂസിയത്തിനടുത്തുള്ള റെസ്റ്റോറന്റില് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാ അവരെ കണ്ടത്. അല്ല, അവര് വീണ്ടും ഒന്നിച്ചോ? അതറിയില്ല അച്ഛാ. നിങ്ങളെ അവര് കണ്ടായിരുന്നു? ഞങ്ങള് മുഖം കൊടുത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ജയലാലിന്റെ അമ്മ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഇങ്ങനെ ചുറ്റിയടിക്കാൻ പറ്റില്ല. പെങ്ങള് കൂടെ ഉണ്ടല്ലോ. എന്തായാലും അവളെ വെട്ടിച്ചായിരിക്കും വന്നിരിക്കുന്നത്. ജയലാലിന്റെ ഫോൺ പോലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ പെങ്ങള് ചാരുവാണെന്നാ കാർത്തി എന്നോട് പറഞ്ഞത്. ഇവള് പറഞ്ഞതാ ലാലിന്റെ അമ്മയെ വിളിച്ച് എല്ലാം പറയാന്ന്. അത് വേണ്ട മോളെ. അച്ഛനെ തള്ളിക്കളഞ്ഞ പെമ്മക്കള് തന്നെ രണ്ടാളും.
എങ്കിലും മക്കളായി പോയതുകൊണ്ട് അവരുടെ ഭാവിക്ക് ഒരു കോട്ടവും തട്ടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ദീപയുടെ കാര്യത്തിൽ. ഇളയവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു മണ്ണാങ്കട്ടയില്ല. കാരണം അവളുടെ കുഴി അവൾ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാളെ മൂത്തവള് കാണിച്ചതിനേക്കാൾ വലിയ പേരുദോഷം അവള് കേൾപ്പിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ ദീപയെക്കുറിച്ച് മോള് കേട്ടതൊക്കെ അത്ര ശരിയായ കാര്യങ്ങളൊന്നും അല്ല. അതിന് പിന്നെ പ്രവർത്തിച്ചത് കാർത്തിയും ഇപ്പൊ ദീപ സ്നേഹിക്കുന്ന രചനയൊക്കെയാണ്. അവരാണ് അവളെ ട്രാപ്പിലാക്കിയതെന്ന് അവർ സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അവളെ പിന്നെ ക്രൂശിക്കുന്നത് ശരിയല്ല മോള്. അത് തന്നെ അച്ഛാ ഞാനും ഉള്ളോട് പറഞ്ഞത്. എനിക്ക് അച്ഛന്റെ മൂത്ത മോളോട് വലിയ ദേഷ്യമൊന്നുമില്ല. എന്റെ പക എത്രയും അവരോടാ. അച്ഛനുള്ളതുപോലെ തന്നെ അച്ഛന്റെ ഭാര്യയോട്. അവരെ കരയിക്കാൻ ഒരു അവസരം കിട്ടിയാ അത് മുതലാക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ ഇവിടെ അതിനു വേണ്ടി നമ്മൾ ദീപയെ തിരഞ്ഞെടുത്ത ഭാഗ്യത്തേക്കാൾ കൂടുതൽ കരയേണ്ടി വരുന്നത് എൻ്റെ മോൾക്കായിരിക്കും.